ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ള കറി തന്നെയാണ്. മുരിങ്ങക്കായും മാങ്ങായും കറി വെച്ചത്. ഇത് ചോറിന് കൂട്ടാൻ നല്ല കറിയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു 4 മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല നാടൻ മുരിങ്ങയ്ക്കാണ്, അതിനാണ് സ്വാദ് കൂടുതൽ. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. പിന്നെ മാങ്ങ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പം മുരിങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും നെടുക പിളർന്നെടുത്തിട്ടുണ്ട്. ഇതിനധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. പെട്ടെന്ന് വേവും ഇത്. നമ്മുടെ മുരിങ്ങക്ക വെന്തു. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മാങ്ങ കൂടി ചേർക്കുക. ഇച്ചിരി പുളി കുറവുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് അത്രയും ചേർത്തത്. അല്ല അത്രയും തന്നെ വേണ്ടി വരികയില്ല. ഇനി ഇത് ഒരു കപ്പ് കൂടുതലുണ്ട് കേട്ടോ ഈ തേങ്ങ ചിരണ്ട. ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ്, അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങായും മുരിങ്ങക്കൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്, നല്ല സ്വാദുമാണ്. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത്രയും മതി. ഇനി ആ തിളയൊന്ന് വരുമ്പം നമുക്ക് നിർത്താം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക്, വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും മുളകും കടുകും എല്ലാം മൂത്ത് ഇനി നമ്മൾ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. നമ്മൾ തക്കാളിക്കൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ മാങ്ങായും മുരിങ്ങക്കായും തന്നെ ഇതുപോലെ തേങ്ങ അരച്ച് വെക്കുന്നതാണ്. ചോറിന് കൂട്ടാൻ നല്ലൊരു കറിയാണ്.